ആർ സി ബിന്റെ മാച്ച് ഉണ്ടായിരുന്നല്ലോ അല്ലേ? അങ്ങനെ തുടർച്ചയായ രണ്ടാമത്തെ കളിയും പരാജയപ്പെട്ടുകൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുന്നേറുകയാണ് സുഹൃത്തുക്കളെ, മുന്നേറുകയാണ്. അതിശക്തമായ ബാറ്റിംഗ് നിര, അതിലും ശക്തമായ ബോളിംഗ് നിര, പടിതാറിന്റെ ഉജ്ജ്വല ക്യാപ്റ്റൻസി, കിങ് കോഹ്ലിന്റെ ഒടുക്കത്തെ ഫോം, പിന്നെ വന്നോനും നിന്നോനും കണ്ടോനും ഇരുന്നോനും കിടന്നോനെല്ലാം എങ്ങനെ കഴിഞ്ഞാലും ബാറ്റിംഗിൽ ഫോം, ബോളിംഗിൽ ഫോം, ഫീൽഡിംഗിൽ ഫോം. 11 കോഹ്ലിന്റെ ടീം തുടർച്ചയായ രണ്ടാമത്തെ തോൽവി. ഇതൊരു പഴയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കംബാക്ക് ആണോ? ഏത് പ്രിൻസിന്റെ ബോളിൽ കോഹ്ലിന്റെ ആ ക്ലീൻ ബൗൾഡ് ഈ മാച്ചിലെ ഡിസൈഡിങ് മൊമെന്റ്, ആ ഒരു നിമിഷത്തില് ഗോൾഡൻ ഡെക്കില് വിരാട് കോഹ്ലിനെ ഔട്ടാക്കിയിട്ട് വരെ ഈ ആർ സി ബി ലൈനപ്പ് വളരെ നിസ്സാരമായിട്ടാണ് ഈ ഇത്രയും വലിയൊരു ടോട്ടല് 9 റണ്ണിനാ തോക്കുന്നത്. വന്നോനും നിന്നോനല്ലോ എങ്ങനെയാണ് ഇത് അടിക്കുന്നത്? ബാക്കി എല്ലാ ടീമിനും അങ്ങനെ ഒരു പ്ലെയർ ഫോം ആവും, അല്ലെങ്കിൽ ഓന് സപ്പോർട്ട് എടുക്കും വേറൊരു പ്ലെയർ ഫോം ആവും, ബാക്കി എല്ലാവരും ഒന്ന് ചെറിയൊരു നമ്പർ കൊടുത്തിട്ട് പോകും. ഈ ടീമിന് നേരെ തിരിച്ചാ. പടിക്കലായിക്കോട്ടെ, പടിതാർ ആയിക്കോട്ടെ, ഡേവിഡ് ആയിക്കോട്ടെ, റൊമേരിയോ ആയിക്കോട്ടെ, കൃണാൽ പാണ്ഡ്യ ആയിക്കോട്ടെ, ഇവന്മാർക്ക് എങ്ങനെങ്കിലും ആ സ്കോറൊന്ന് പിടിക്കണം. വേറെ വേറെ ഒരു സാധനം ഇവർക്ക് ഓർമ്മയില്ല, ഇവർക്ക് അറിയൂല കോഹ്ലി ഔട്ടായെന്ന് ഇവർ കാണുന്നേ ഇല്ല. എടോ ഇങ്ങനെയുള്ള ടീമായാലും എങ്ങനെയാ? LSGന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് ഈ കളി ജയിച്ചതിന് ശേഷം, ഒരുമാതിരി സെമി ഫൈനലെല്ലാം കയറുമ്പോൾ ഒരു സന്തോഷമില്ലേ, അതേപോലെ LSGന്റെ ഓണർക്കെല്ലാം